എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ വിളിച്ച പരീക്ഷാ നോട്ടിഫിക്കേഷൻ, ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത്. ഇനി അവസരം ലഭിക്കില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഇപ്പോൾ വിളിച്ച പരീക്ഷാ നോട്ടിഫിക്കേഷൻസ്, വിദ്യാർത്ഥികൾ ഇക്കാര്യം അറിയാതെ പോകരുത്. ഇനി അവസരം കിട്ടില്ല. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അലേർട്ടായി ശ്രദ്ധിക്കുക. അല്ലാത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതല്ല. നിങ്ങൾക്കുള്ള പരീക്ഷാ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നോക്കാം. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നോക്കുമ്പോൾ ഇപ്പോൾ വിളിച്ച പരീക്ഷാ നോട്ടിഫിക്കേഷനാണ് 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ. 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് 2019 to 2023 അഡ്മിഷൻ ഓൺവേർഡ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. 2019 മുതൽ 2023 വരെ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4ാം സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് FIUGPയുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ വിളിക്കുന്ന പരീക്ഷാ നോട്ടിഫിക്കേഷൻ എല്ലാം 2019 to 23 അല്ലെങ്കിൽ 2019 to 22, അപ്പോൾ അടുത്ത വർഷം മുതൽ 2020 to 22 അല്ലെങ്കിൽ 20 to 24 20 to 23 മാറും. അങ്ങനെ വരുമ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം മുതൽ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കാത്തൊരു പ്രശ്നം വരും. പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം വരെ കാത്തിരിക്കും. ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സെം എക്സാമിൽ സപ്ലി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.